All of you get ready. ട്രാഫിക് റൂൾസ് ലംഘിച്ച് പോലീസ് സ്റ്റോപ്പിന് തകർത്ത വക്കീലിന്റെ കാർ എന്റെ മുമ്പിലൂടെ പാഞ്ഞു പോയി സാർ. സ്പീഡോ 1 second. കാർ സ്പീഡ് റെക്കോർഡ് 140 km sir. Yes, I'm sure. It's him. Advocate Ramesh Sambhya. ഇറങ്ങണം. ഒരു ബറ്റാലിയൻ പോലീസ് ഉണ്ടല്ലോ, എന്താ പ്രോബ്ലം? To arrest you. For what? Overspeeding. Highway speed limit 70 km/h. Yeah, I know that. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? തർക്കിക്കാൻ പറ്റില്ല വക്കീലെ. പോലീസിന്റെ ഇന്റർസെപ്റ്ററിൽ ഈ വാഹനത്തിന്റെ സ്പീഡും വിഷ്വലും റെക്കോർഡഡ് and you were speeding at 140 kilometers. എന്തായാലും ഓവർ സ്പീഡിംഗ് കുറ്റകരമാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഇക്കണ്ട പോലീസുകാർ മുഴുവൻ നോക്കി നിൽക്കെ കാർ നിർത്തി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ. കാരണം ഈ കാറ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. ഇത്രയും വേഗം എന്നെ ഇവിടെ എത്തിച്ചതിന്റെ ക്രെഡിറ്റ് ഭായിക്കാം. വിക്രം ഭായ്. ഭായ് He is Vikram. Vikram Bhai, my friend. Himalayan rally winner. You can arrest him. Bhai, jolly-ആയിട്ട് ഇവരോടൊന്ന് പോയിട്ട് വാ. By the time I'll arrange for the bail. Sure. Sir, time is up. 11 മണിക്കാണ് കോടതി. കാണാം. അങ്ങോട്ട് തള്ളേ സാറെത്തിയാ വരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അമ്മച്ചിയാണ് സാറിന്റെ ജീവൻ രക്ഷിച്ചു കേട്ടാ. എന്താടോ? അല്ല, ഈ വക്കീലന്മാര് സമയത്തും കാലത്തും കോടതിയിൽ ഹാജരായില്ലെങ്കിലും വക്കീല് കേസിൽ തോറ്റാലും വക്കീല് കാല് മാറിയാലും ശരി അമ്മച്ചിയാണ് അടി കരണം മാറിയേ വരൂ. അതും ഈ ഗുമസ്തന്റെ ചെവക്കുറ്റിയിലിട്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള സാറിന്റെ പൊളപ്പം കാർ യാത്രയും ആ അലിമ്പ് തിരുവമ്പാടിക്കാരുടെ ചറഞ്ഞുള്ള നോട്ടം കണ്ടപ്പോഴേ അമ്മച്ചിയാണ് ഞാൻ നിരീക്ഷിച്ച് എന്റെ കുടുംബത്തോടെ പെലവിളി അടിയന്തരം കൊണ്ടാടുമെന്ന്. ഇനി സാർ ധൈര്യമായിട്ട് കേസുകൾ മറ്റു വായിച്ചോളി, ഞാൻ ഉണ്ട് ബാക്കില്. അമ്മച്ചാണ് തന്നെ. വാ സാർ വന്നു. സാർ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫോണിൽ കൂടെ കളക്ട് ചെയ്തു. മാധവേട്ടാ, ഞാൻ എത്തി, ഇനി പേടിക്കാനൊന്നുമില്ല. അല്ല, രമേശിന് കേസ് പഠിക്കാനൊന്നും തീരെ സമയം കിട്ടാത്തതുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഡോക്ടർ വിനോദ് ഭാസ്കരൻ ഞങ്ങൾ അങ്ങ് മുക്കി. എന്ത് ഫൂളിഷ്നെസ് ആണ് നിങ്ങൾ കാണിച്ചത്? കേസ് ജയിക്കാനായിട്ട് എന്നെ സഹായിച്ചാണോ ഇങ്ങനെ? കേസിന്റെ വിചാരണയ്ക്ക് വിറ്റ്നസ് ഹാജരായില്ലെങ്കിൽ അത് കേസിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുമല്ലെങ്കിൽ നിങ്ങളുടെ മകൻ അരുൺകുമാറിന് ജാമ്യം നിഷേധിച്ച് കേസിന്റെ വിചാരണ നീട്ടിവെക്കപ്പെടാം. രമേശ് സാർ പറഞ്ഞത് കേട്ടല്ല. ഇനി കേസിൽ തോറ്റ മോടം കാണിച്ചോണ്ട് എന്റെ പള്ളക്കാരൻ വരല്ലേ. സമയമല്ല, ഇല്ലെങ്കിൽ ഞാൻ നിന്ന് അടി വാങ്ങിച്ചനാ. डॉक्टर विनोद भास्कर, डॉक्टर विनोद भास्कर, डॉक्टर विनोद भास्कर. യുവർ ഓണർ, ഇത് കർണാടക പോലീസ് കേരള DGP KK മൂർത്തിക്ക് അയച്ച റിക്വസ്റ്റ് ലെറ്ററിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാന വിറ്റ്നസായ ഡോക്ടർ വിനോദ് ഭാസ്കറിന്റെ മൊഴി പ്രകാരം കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന അരുൺകുമാറിനെ ഫർദർ ഇൻവെസ്റ്റിഗേഷന് കർണാടക പോലീസിന് വിട്ടുകൊടുക്കണമെന്ന്. കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന, വെറുമൊരു സംശയത്തിന്റെ പേരിൽ അരുൺകുമാറിനെ കർണാടക പോലീസിന് വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം നിരപരാധിയായ എന്റെ കക്ഷി അന്യ സംസ്ഥാനത്ത് വെച്ച് ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. I object, Your Honor. ഒബ്ജക്ഷൻ ഓവർറൂൾഡ്. താങ്ക് യു, യുവർ ഓണർ. ഡോക്ടർ വിനോദ് ഭാസ്കർ അങ്ങനെ ഒരു വിറ്റ്നസ് കർണാടക പോലീസിന്റെ വെറും സങ്കല്പ സൃഷ്ടി മാത്രമാണ്. നോ യുവർ ഓണർ, ഇറ്റ് ഈസ് ട്രൂ. ഡോക്ടർ വിനോദ് ഭാസ്കർ അല്പം മുമ്പ് കോടതി പരിസരത്തുണ്ടായിരുന്നു. ഞാൻ അയാളെ മീറ്റ് ചെയ്തതാണ്. Then where is he? Your Honor, ഈ നിൽക്കുന്ന അരുൺകുമാർ തന്നെയാണ് യഥാർത്ഥ പ്രതി. I can prove it. Yes, proceed. Your Honor, ഇവിടുത്തെ തോപ്പുംപടി പാലത്തിന്റെ മുകളിൽ നിന്നും ഈ നിൽക്കുന്ന പ്രതി കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റുഡന്റിന്റെ കൈകാലുകൾ അടക്കം ചെയ്ത പെട്ടി വലിച്ചെറിയുന്ന ദൃശ്യം വ്യക്തമായി കണ്ട വള്ളക്കാരൻ കാദർ ഇവിടെ ഹാജരായിട്ടുണ്ട്. അയാൾ തന്നെയാണ് പോലീസിൽ ഇൻഫോം ചെയ്തതും. He is the main witness in this case. Any objection, Mr. Ramesh? No, Your Honor. One eyewitness is better than 10 ear witnesses.
കാതറെ, ഓ താങ്കൾ എത്ര മണിയോടുകൂടിയാണ് സംഭവം കണ്ടത്? ഏകദേശം പുലർച്ചെ 3 മണിയോടെ. നല്ല കാറ്റും മഴയുണ്ടായിരുന്നു. ആ നിൽക്കുന്ന പയ്യൻ പാലത്തുനിന്ന് പെട്ടി വലിച്ചെറിഞ്ഞ ഞാൻ വ്യക്തമായി കണ്ടതാ. ആ പെട്ടി ഞാൻ കരക്കടുപ്പിച്ച് തുറന്നു നോക്കുമ്പോ 2 കൈയും കാലും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കാതറങ്ങ് ഓടിപ്പോലെ, എനിക്കും ചിലത് ചോദിക്കാനുണ്ട്. രാത്രി ഈ മുഖം ഇത്ര വ്യക്തമായിട്ട് കാതറങ്ങനെ കണ്ടു? പിന്നിൽ നിന്ന് വരുന്ന സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മുഖം കാണാൻ കഴിയില്ല. ചന്ദ്രപ്രഭ കണ്ട ദിവസമായതുകൊണ്ട് നിലാവെളിച്ചത്തിലാകാനും സാധ്യതയില്ല. പാലവും കായലും തമ്മിൽ 75 മീറ്ററിലേറെ അകലമുണ്ട്. കാതറിന് അസാമാന്യമായ കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ഈ സോഡാ കുപ്പി വെക്കേണ്ട കാര്യവുമില്ല. പിന്നെ എങ്ങനെ കണ്ടു? അത് ഞാൻ മിന്നലിന്റെ വെളിച്ചത്തിലാ കണ്ടത്. ഇയാളുടെ കൂടെ മറ്റാരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നോ? 1-2 പേരുണ്ടായിരുന്നു. മുഖം വ്യക്തമായില്ല. അതെന്താ, അവരുടെ മുഖത്ത് മിന്നൽ അടിച്ചില്ലേ? ഐ ഒബ്ജെക്ട് യുവർ ഓണർ. Objection overruled. താങ്ക് യു യുവർ ഓണർ. കോരിച്ചൊരിയുന്ന മഴയിലും കാറ്റിലും വള്ളം തുഴഞ്ഞിരുന്ന കാതർ കുടയോ റെയിൻകോട്ടോ തൊപ്പിയോ ഉപയോഗിച്ചിരുന്നു? പെട്ടെന്ന് മഴ വരുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ നന്നായി നനഞ്ഞാ തുഴഞ്ഞത്. ഈ കണ്ണടയുടെ പവർ എത്രയാ? അതെനിക്കറിയില്ല. ഇത് വെച്ചാ നല്ല പവറാണെന്നാ നാട്ടുകാർ പറയുന്നത്. വിത്ത് യുവർ പെർമിഷൻ യുവർ ഓണർ. ഇനി പറയും, പാലത്തിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ കണ്ട പ്രതി എവിടെയാണ്? കണ്ണാടല്ലാതെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല സാറ്. യുവർ ഓണർ, കൃത്യം നടന്ന സമയം സാക്ഷി കാതർ കണ്ണട വെച്ചിരുന്നു. തീർച്ചയായിട്ടും കാതർ കണ്ണട വെച്ചിരുന്നു. പക്ഷേ നല്ല കാറ്റും മഴയുമുള്ള രാത്രിയിൽ ഒരു തൊപ്പി പോലും വെക്കാതെ തോണി തുഴഞ്ഞിരുന്ന ഖാദറിന്റെ കണ്ണട തീർച്ചയായിട്ടും നനഞ്ഞിട്ടുണ്ട്. ഖാദറിന്റെ കണ്ണടയിൽ വൈപ്പറൊന്നും ഫിറ്റ് ചെയ്തിരുന്നില്ലല്ലോ. തുടക്കരുത്. ഇനി പറയും, ഈ നിൽക്കുന്നവരിൽ ആരാണ് നിങ്ങൾ അന്ന് കണ്ട പ്രതി? അതെനിക്കാ ഒളിഞ്ഞിരുന്ന ഞാൻ കാണൂലെന്ന് കരുതിയോ? ഖാദറിന് പോവാം. എന്താ കറക്റ്റ് അല്ലേ യുവർ ഓണർ? മുൻപൊരിക്കലും കണ്ടുപരിചയമില്ലാത്ത ഈ അരുൺകുമാറിന്റെ മുഖം ഫ്ലാഷ് ഓഫ് എ സെക്കൻഡിന്റെ വെളിച്ചത്തിൽ ഇതുപോലെ നനഞ്ഞ കണ്ണടയിലൂടെ 75 മീറ്റർ അകലെ നിന്ന് കണ്ടു ഓർമ്മിക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി. ബഹുമാനപ്പെട്ട SP ആന്റണി പുന്നേക്കാടൻ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വാടക ദൃക്സാക്ഷി മാത്രമാണ് വള്ളക്കാരൻ ഖാദർ. നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ജസ്റ്റിസ് വിശ്വനാഥ മേനോന്റെ പേരക്കുട്ടിയായ ഈ അരുൺകുമാറിനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. That's all.